പ്രതീക്ഷയുടെ തിങ്കളാഴ്ച, ഹോപ്പ്ഫുൾ മൺഡേ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ മണിക്കൂറിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. 142 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു അർജുനു വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനം. ഏകദേശം 180 മീറ്റർ അപ്പുറത്താണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. നമ്മളതിൻ്റെ ചുറ്റുവട്ടത്തുമുള്ള കാര്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് നീങ്ങി വന്നത്. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് ഏറ്റവും അടുത്തുള്ളൊരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് ഈ ലക്ഷ്മണൻ്റെ കട കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ഫിഷ് ഹബ്ബും കഴിഞ്ഞാൽ ഇപ്പോൾ ആളുകളെ കാണാൻ കഴിയുന്ന ഒരു വീടെന്ന് പറയുന്നത് ഈ വീട്ടിലാണ്. രമാകാന്തൻ്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത്. ഞാൻ ആ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഈ വീട് കഴിഞ്ഞാൽ ഒരു ചെറിയ പറമ്പുണ്ട്. ഇവിടെ ഒരു ചെറിയ വീടാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ വീട്ടുകാരും ഇവിടെ താമസമില്ല. പുഴയിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും വെള്ളം ഇങ്ങോട്ട് കയറാം. ഈ മണ്ണിടിച്ചിൽ ഭീഷണി ഉള്ളതുകൊണ്ട് ഇവർ താൽക്കാലികമായി ഉപേക്ഷിച്ച് പോയ മട്ടാണ്. അതിന് തൊട്ടു പിന്നിൽ നിറഞ്ഞൊഴുകുന്ന പുഴ പ്രേക്ഷകർക്ക് കാണാം, ഗംഗാവാലി പുഴ. ആ ഗംഗാവാലി പുഴ കഴിഞ്ഞാൽ പിന്നീട് ഒരു സമതലമാണ്, അവിടെ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം വീണ്ടും ഒരു മലനിര പ്രേക്ഷകർക്ക് കാണാം. വളരെ മനോഹരമാണ്, ഭൂപ്രകൃതി കൊണ്ട് മനോഹാരിതയാർന്ന ഒരു പ്രദേശമാർന്ന് ഈ അങ്കോളയിലെ താലൂക്കിൽപ്പെട്ട ഷിരൂർ കുന്നുകൾക്കും ഗംഗാവാലിക്കും ഇടയിൽപ്പെട്ട ഒരു ചെറിയ സമതല പ്രദേശം. അവിടെയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്നത്. ഈ കൊങ്കൺ ഭാഗത്ത് മണ്ണിടിച്ചിൽ വലിയ ഭീഷണിയാണെന്ന് ഏറെക്കാലം മുമ്പ് തന്നെ നമ്മൾ കരുതിയിരുന്നതുമാണ്, വിദഗ്ധരെല്ലാം അഭിപ്രായപ്പെട്ടതുമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് രമാകാന്തൻ്റെ വീട്ടിലോട്ടുള്ള വഴിയിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അപകടം നടക്കുന്ന സ്ഥലത്ത് തൊട്ടടുത്തുള്ള വീട് രമാകാന്തൻ്റെ വീടാണ്. രമാകാന്തൻ അല്ലേ? രമാകാന്തന് മലയാളം അറിയില്ല, എനിക്ക് കന്നഡയും അറിയില്ല, ഹിന്ദിയും ഇംഗ്ലീഷും അദ്ദേഹത്തിന് അത്ര വശവുമില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കൊപ്പം തർജ്ജമ ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കുടുംബാംഗം നമ്മളുടെ ഈ ദൃശ്യങ്ങളൊക്കെ ഇതുവരെ തന്നുകൊണ്ടിരുന്ന രഞ്ജിത്ത് മന്നിപ്പാടിയാണ് പ്രേക്ഷകർക്കൊപ്പം ഉള്ളത്. രഞ്ജിത്ത് മന്നിപ്പാടി എൻ്റെ ട്രാൻസ്ലേറ്റർ ആയിരിക്കും. രമാകാന്തനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം. മനുഷ്യർക്ക് തമ്മിൽ സംസാരിക്കുന്നതിന് ഭാഷ വലിയ തടസ്സമൊന്നുമില്ലല്ലോ. നമസ്കാരം. ചായയൊക്കെ കുടിച്ചാ? കണ്ടോ, ഞാൻ ചായ കുടിച്ചോന്ന് മലയാളത്തിൽ ചോദിച്ചപ്പോൾ അത് മനസ്സിലായി. മലയാളം മനസ്സിലാവും കുറച്ച് മലയാളം മനസ്സിലാവുമെന്ന് ചോദിച്ച്. ഇല്ല, ഹിന്ദി ഇല്ല, കന്നഡ മാത്രമേ ഉള്ളൂ. ഡ്രൈവിംഗാ? ഡ്രൈവിംഗ്. ലോറിയാ ബസ്സാ? ബസ്സല്ല, ലോറിയാ? എന്ത് ദൂരം പോകും? ಎಷ್ಟು ದೂರ? ഫിഷ് വണ്ടി. കേരള പോവാ? മലയാളം അറിയാതെ കേരള പോയിട്ട് കേരളത്തിൽ എത്ര തവണ വന്നിട്ടുണ്ട്? ಏಜೆಂಟ್ ಗಾಡಿ ಮೇಲೆ ಒಂದು ಏಜೆಂಟ್ ಇರ್ತಾರೆ, ಅವರ ರೂಟ್ ಅವ್ರು ತಗೊಂಡೋಗೋದು. രമാകാന്ത് ഇവിടെ എത്ര നാളായിട്ട് താമസിക്കുന്നു? ಎಷ್ಟು ವರ್ಷ ಇದೆ ಇಲ್ಲಿ? ಎಲ್ಲಿ? ಇಲ್ಲಿ ನಾವು ಹುಟ್ಟಿದ್ದೆ ಇಲ್ಲಿ. അവരുടെ വീട് അതിന്റെ മുകളിലായിരുന്നു. അവിടെ പണിയെടുക്കുന്നത് കൊണ്ട് അവിടുന്ന് ഒഴിവാക്കിയിട്ട് അവിടെ മണ്ണിടിയുന്നത് കൊണ്ട് ഇങ്ങോട്ടേക്ക് മാറ്റിയതാണ്. ഇങ്ങോട്ട് മാറ്റി. അയവന്റെ പണിയെടുക്കുന്നത് കൊണ്ട് അവരെ ഒഴിവാക്കിയതാണ്. ഈ സ്ഥലം ഇവരുടെ ആണോ? ഇവിടല്ല, ഇതിപ്പോ വേറെ ആളെ സ്ഥലത്ത് ഇവർ വീട് കെട്ടിയിട്ടുള്ളത് ആണോ? തൽക്കാലത്തിന് ഇവിടെ കെട്ടി നിൽക്കുന്നത്. പക്ഷെ ഇപ്പോൾ അവർക്ക് പേടിയാണ് അവിടുന്ന് മല ഇടിഞ്ഞ് വരുമോ. ഓക്കെ, അത് ചോദിക്കാം നമുക്ക്. ഒന്ന് ചോദിച്ചു നോക്കി. ಇದು ಈಗ ಹೆದರಿಕೆ ಅಲ್ವಾ ನಿಮಗೆ ಅಲ್ಲಿಂದ ಇದು ಬರ್ತದೆ ಅಂತ ಹೇಳಿ? ಇಲ್ಲಿ ಉಳಿಲಿಕ್ಕೆ ಕೊಡುದಿಲ್ಲ, ನೀವು ಬೇರೆ ಕಡೆ ಹೋಗಿ ಹೇಳ್ತಾರೆ. ನಾವಿಲ್ಲಿ ಬಂದು ಆ ಟೈಮ್ ಚಾಗಿ ಕುಡಿದು ಊಟ ಟೈಮ್ ಬರೋದು, ಹಂಗೆ ಹೋಗ್ಬಿಡುದು. ഇവിടെ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടുന്ന് പോകാനാണ് പറയുന്നുള്ളത്. കാരണം ಯಾಕೆ ಹೋಗ್ಲಿಲ್ಲ ಇಲ್ಲಿಂದ ಅಂತ ಹೇಳಿ. ಅಲ್ಲ, ಇಲ್ಲಿಂದ ಹೋಗೋದೀಗ ಅಂದ್ರೆ ಉಳಿಲಿಕ್ಕೆ ಕೊಡುದಿಲ್ಲ. ಪೊಲೀಸ್ ಬಂದ್ರೆ ಹೋಗಿ ಅಂತಾರೆ. ಮತ್ತೆ ಪಂಚಾಯತ್ ಇವರೆಲ್ಲ ಇಲ್ಲಿ ಉಳಿಬೇಡಿ, ಆ ಗುಡ್ಡ ಬೀಳ್ತದೆ ಮೇಲಿಂದ ಹೇಳ್ತಾರೆ. ಇಲ್ಲಿ ഇവിടെ താമസിക്കണ്ട, എപ്പോ വേണമെങ്കിലും ഇത് ഇടിഞ്ഞു വരും, ഇവിടുന്ന് പോണമെന്നാണ് പോലീസും പഞ്ചായത്തെല്ലാം പറയുന്നത്. ನಿಮಗೆ ಬೇರೆ ಎಲ್ಲಿಯಾದ್ರೂ ಮನೆ ಅವರು ವ್ಯವಸ್ಥೆ ಮಾಡಿ? ಇಲ್ಲ, ಅವ್ರೇನು ವ್ಯವಸ್ಥೆ ಮಾಡಿಲ್ಲ. ಅಂದ್ರೆ ಅವರು ಅಲ್ಲಿ ಹೈಸ್ಕೂಲ್ ಇದೆ ಬೆಳಸೆ, ಹೈಸ್ಕೂಲಲ್ಲಿ ಬಂದು ಗಂಜಿ ಕೇಂದ್ರ ಮಾಡ್ತೇವೆ, ಅಲ್ಲಿ ಉಳಿದ್ರೆ ಅಂತ. ഇല്ലിന്ത ഓൾറെഡി ഇവർക്ക് ഒരു ക്യാമ്പ് വെച്ചിട്ടുണ്ട്. ആ ക്യാമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ക്യാമ്പിൽ ഒരുപാട് പേരുണ്ടോ? ಅಲ್ಲಿ ತುಂಬಾ ಜನ ಇದ್ದಾರಾ? ತುಂಬಾ ಜನ ಇದ್ದಾರೆ. ಎಷ್ಟು ಜನ ಇರ್ಬೋದು ಅಲ್ಲಿ? ಈ ಊರ್ ಜನ ಪೂರ್ತಿ ಇದ್ದಾರೆ. ಅಂದ್ರೆ ನೆರೆ ಬಂದಿತ್ತಲ್ಲ, ಈ ಹೊಳೆ ಬಂದಿತ್ತಲ್ಲ, ಈ ಹೊಳೆ ಅದು ತುಂಬಿತ್ತು ಪೂರ್ತಿ. ಆ ಊರ್ ಜನ ಪೂರ್ತಿ ಅಲ್ಲಿದ್ದಾರೆ. അതായത് ഇവിടെ മഴ വന്നതുകൊണ്ട് വെള്ളം കയറിയതുകൊണ്ട് എല്ലാവരും അങ്ങോട്ടാക്കിയിട്ടാണ് ഉള്ളത്. കുറെ പേര് മാത്രമേ ക്യാമ്പിലേക്ക് മാറ്റുന്നത്. ಇದು ಮಳೆಗಾಲದಲ್ಲಿ ಮಾತ್ರನಾ ಅಲ್ಲ ಎಲ್ಲ ಟೈಮಲ್ಲಿ ಹಂಗೇನ? ಅಲ್ಲ, ಎಲ್ಲ ಟೈಮ್ ಅಲ್ಲ, ಮಳೆಗಾಲ ಮಾತ್ರ. ನೆರೆ ಈ ಮಳೆಗಾಲ ಅಂದ್ರೆ ಮಳೆಗಾಲದಾಗ ಏನಿಲ್ಲ. ಶಾಲೆ ಮತ್ತೆ ಹೈಸ್ಕೂಲಲ್ಲಿ ಜಾಗ ಕೊಡ್ತಾರೆ. ಈಗ ಟ್ಯಾಂಕರ್ ಬಿದ್ದಿತ್ತಲ್ಲ ಅಲ್ಲಿ, ಅದು ಗ್ಯಾಸ್ ಲೀಕ್ ಆಯ್ತಂತ ಅಲ್ಲಿ ಅಡಿಗೆ ಮಾಡಬೇಡ ಅಂತ, ಗ್ಯಾಸ್ಗೆ ಹಚ್ಚಲಿಕ್ಕಿಲ್ಲ ಅಂತ ಅಲ್ಲಿ ಕೊಟ್ಟಿದ್ರು ಅವರು. മഴക്കാലത്ത് നിന്നെ മുಗಿತ್ತು. മഴക്കാലത്ത് എന്തായാലും അവരെ അങ്ങോട്ട് ആക്കാറുണ്ട്. ഇപ്പൊ ടാങ്കർ മറിഞ്ഞതുകൊണ്ടും ഇത് ലീക്കായല്ലോ, ഗ്യാസ് ലീക്ക് ആയതുകൊണ്ടും ഇവരെല്ലാം ഇവിടെ തീ ഒന്നും അടുപ്പ് കത്തിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അയച്ചു വന്ന. ഇപ്പൊ എത്ര കുടുംബത്തെ അങ്ങനെ മാറ്റിയിട്ടുണ്ട്? ഫാമിലിಯಲ್ಲಿ ಇಲ್ಲಿ ಅಲ್ಲಿ ಹೈಸ್ಕೂಲ್ ಅಲ್ಲ, ಹೈಸ್ಕೂಲ್ ತುಂಬಾ ಜನ ಇದ್ರು. ನಮ್ಮ ಅರ್ಧ ಊರು ಹೊಳೆ ಸೈಡ್ ಪೂರ ಜನ ಅಲ್ಲಿ ಇದ್ರು. അല്ല, ഇവിടെ മാത്രം എത്ര പേരെ മാറ്റിയിട്ടുണ്ടോ? ಇಲ್ಲಿ ಎಷ್ಟು ಜನ
ಇಲ್ಲ ಆ ಕಡೆ ಎಷ್ಟಂತ ಗೊತ್ತಿಲ್ಲ ನಮ್ಮ ಈ ಕಡೆ ನಮ್ಗೆ ಸ್ವಲ್ಪ ಗೊತ್ತು. ಎಷ್ಟಿರ್ಬೋದು ಆಲ್ಮೋಸ್ಟ್? ಸುಮಾರು ಫ್ಯಾಮಿಲಿ ಇದೆ, ಅದು ഈ ಹೇಳಲಿಕ್ಕೆ ഗ്യാസ് ಆಗೋದಿಲ್ಲ. ഗ്യാസ് മറിഞ്ഞത് അപകട സ്ഥലത്ത് തന്നെയാണോ എന്ന് ചോദിച്ചു. ಈ ಗ್ಯಾಸ್ ಟ್ಯಾಂಕರ್ ಹೋಗಿದಲ್ಲ ಅದು ಅಲ್ಲಿನಾ? ಇಲ್ಲ ಅದು 1-1.5 ಕಿಲೋಮೀಟರ್ ದೂರ ಬಿದ್ದಿದೆ. ಹೌದು, ಅದೇ ಜಾಗನಾ? ಅದೇ ಜಾಗದಲ್ಲೇ ಬಿದ್ದದ ಅದು. ಮಣ್ಣು ದುಡ್ಕೊಂಡು ಹೋಗ್ಬೇಕಾದ್ರೆ ഓക്കെ, അപ്പോൾ പ്രഷർ ഇത്രയാണ് സംഭവിച്ചത്. അതായത് അന്ന് 16-ാം തീയതി ചൊവ്വാഴ്ച ഈ അപകടം ഉണ്ടാകുമ്പോൾ ഗ്യാസ് ടാങ്കർ മറിഞ്ഞു. ആ ഗ്യാസ് ടാങ്കർ മറിയുക മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത്, നോക്കൂ രമാകാന്തനോട് ചോദിക്കേണ്ട ഒരു കാര്യം, ആ ടാങ്കർ മറിയുക മാത്രമല്ല അതിൽ നിന്ന് വാതക ചോർച്ചയുണ്ടായി, ഗ്യാസ് ലീക്ക് വന്നു അല്ലേ? ഒന്ന് ചോദിച്ചു നോക്കുക, ആ ഗ്യാസ് ടാങ്കർ ചോർന്നായിരുന്നോ എന്ന് ചോദിച്ചു നോക്കി. ಅದು ಲೀಕ್ ಇತ್ತಾ ಟ್ಯಾಂಕರ್? ಟ್ಯಾಂಕರ್ ಲೀಕ್ ಇಲ್ಲ, ಲೀಕ್ ಇಲ್ಲ. കാലിയായിരുന്നു. ആ, ഓ, കാലി ശരി. ಮಾಡಿದ್ರು. അപ്പൊ കാലിയായിരുന്നു, ലീക്കില്ലായിരുന്നു. പക്ഷേ ആ ടാങ്കർ മറിഞ്ഞ സമയത്ത് ഇവര് ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചു. ಜನ ಶಿಫ್ಟ್ ಮಾಡಿದ್ರು. എന്തെങ്കിലും പ്രശ്നം ആവുമെന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാരെ മാറ്റി. അപ്പൊ ഗ്യാസ് ടാങ്കർ അവിടെ മറിയുന്ന ഘട്ടത്തിൽ ഇവരെ, ഈ പ്രദേശത്തുള്ള ആളുകളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. പോലീസും പഞ്ചായത്തും ഇവരോട് പറയുന്നുണ്ട് ഈ ഭാഗത്ത് താമസിക്കരുത്. രമാകാന്തന്റെ വീട് യഥാർത്ഥത്തിൽ ഇവിടെ ആയിരുന്നില്ല. രമാകാന്തന്റെ വീട് ഷിരൂർ മലയുണ്ടല്ലോ, ആ ഷിരൂർ കുന്നിന്റെ ഭാഗത്തായിരുന്നു. അപ്പോൾ റോഡ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇവരെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു. അപ്പോൾ ഒഴിപ്പിച്ചിട്ട് പൈസ കിട്ടിയെന്ന് വെച്ചാൽ കോമ്പൻസേഷൻ ಏನಾದ್ರೂ ಹಣ ಕೊಟ್ಟಿದ್ದಾರೆ? ಹಣ ಕೊಟ್ಟಿದ್ದಾರೆ. ಹಣ ನಿಮಗೆ ಬೇಕಾದ ಹಣ ಕೊಟ್ಟಿದ್ದಾರೆ? ಕೇಳಿದ ಹಣ ಕೊಟ್ಟಿದ್ದಾರೆ? ಕೊಟ್ಟಿದ್ದಾರೆ. ತೊಂದರೆ ಏನಿರಲಿಲ್ಲ? ತೊಂದರೆ ಏನಿರಲಿಲ್ಲ. എല്ലാം പൈസ എല്ലാം കിട്ടും. അപ്പോൾ കോമ്പൻസേഷൻ വളരെ കൃത്യമായിട്ട് കിട്ടി. പക്ഷേ ഇവർ പിന്നെ എന്തുകൊണ്ടാണ് പോവാത്തെന്ന് ചോദിക്കും. ಮತ್ತೆ ಯಾಕೆ ಇಲ್ಲಿಂದ ಹೋಗ್ಲಿಲ್ಲ ನೀವು? ಯಾಕಂದ್ರೆ ಹಣ ಸಿಕ್ಕಿತ್ತಲ್ಲ, ಹೋಗ್ಬೋದಿತ್ತಲ್ಲ, ಬೇರೆ ಕಡೆಗೆ ಹೋಗ್ಬೋದಿತ್ತಲ್ಲ. ಅಲ್ಲ, ಮನೆ ಕಟ್ಟೆ, ಮನೆ ನಮ್ದು ಇಲ್ಲಿಂದ ಸ್ವಲ್ಪ ದೂರ ಮನೆ. ಒಂದು ಮಳೆ ಹತ್ತಿರದಲ್ಲೇ ನಮಗೆ ಮನೆ ಖಾಲಿ ಮಾಡಿಸಿರೋರು. ಅಂದ್ರೆ ಆ ಮಳೆಗಾಲದ ಮನೆ കെട്ടലിക്ക് ആകൂല. മഴക്കാലത്താണ് അവരെ ഒഴിപ്പിച്ച്. അപ്പൊ ആ സമയത്ത് അവർക്ക് എന്തായാലും വീട് കെട്ടാൻ പറ്റൂല. ക്ലൈമറ്റ് സ്ഥലമുണ്ടോ രമാകാന്തന്? നിಮಗೆ ಬೇರೆ ಜಾಗ ಉಂಟು? ಬೇರೆ ಜಾಗ ಉಂಟು, സ്ഥലമുണ്ട്, അവർക്ക് സ്ഥലമുണ്ട്. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് പോകും. അങ്ങോട്ട് പോകും, അവിടെ പണി തുടങ്ങിയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഓക്കെ, അവർ താൽക്കാലികമായി അവിടെ വീട് പണി നടത്തുന്നത് വരെ ഇവിടെ ഒരു താൽക്കാലിക വീട് കെട്ടി താമസിക്കുകയാണ് ചെയ്യുന്നത്. രമാകാന്തന്റെ കൂടെ ആരൊക്കെ ഉണ്ട് വീട്ടില്? ಯಾರೆಲ್ಲ ಇದ್ದಾರೆ ಬೇರೆ? ನಮ್ಮಲ್ಲಿ ನಮ್ಮ ಇವರು ನಮ್ಮ ಅಣ್ಣ ಬೇರೆ ಮನೆ ಕಟ್ಟಿದ್ದಾರೆ. ബ്രദറാണ്. ಏಟನ್. ಮತ್ತೆ ನಮ್ಮ ತಮ್ಮ ಇದ್ದಾರೆ, ಬಂದಿದ್ದಾರೆ. ಅವರು ಬೇರೆ ಮನೆ ಕಟ್ಟಿದ್ದಾರೆ. ಈಗ ನಾನೊಂದು ಕಟ್ಟಬೇಕು. ಈಗ ಟೋಟಲ್ ಎಷ್ಟು ಜನ ಇದ್ದಾರೆ ಮನೆ? ಟೋಟಲ್ ನಾನು, ನನ್ನ ಹೆಂಡತಿ, ನಮ್ಮ ತಂಗಿ ಮಗ, ನಾವು 4 ಜನ ಇದ್ದೀವಿ ಇಲ್ಲಿ. 4 ಜನ. ವೈಫ್, ಅವರ ഏട്ടന്റെ ഭാര്യ, എല്ലാവരും ഒരുമിച്ചാണോ ഇപ്പോ? ಈಗ ಎಲ್ಲರೂ ಒಂದೇ ಮನೆಯಲ್ಲಿ ಕೂತಿರೋದು. എല്ലാവരും ഒരുമിച്ചാണ്. 4 ജನ ಒಂದೇ ಮನೆ. ಮಕ್ಕಳಿಲ್ಲ. അപ്പൊ ഏട്ടന്റെ ഭാര്യ, രമാകാന്തന്റെ വൈഫ്, 4 പേര്. ഈ 4 പേരാണ് ഇപ്പോൾ ഉള്ളത്.